വയനാട്ടിലുള്ള ഭൂരംഗ കുടുംബത്തിന് 5 ഏക്കർ വീതം കൊടുക്കണമെന്ന് മാധവമേനോൻ കമ്മ്യൂണിസ്റ്റ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താൽ അമ്മയ്ക്ക് 2 മാനം വല്ലി നെല്ല് കൊടുക്കും. 2 മാനം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ലിറ്റർ, അതായിരുന്നു അന്നത്തെ മാനം. അത് മുളയുടെ വലിയ മുള കൂമ്പ് വെട്ടി മുറിച്ചിട്ട് അതിൻ്റെയാണ് ഈ മാനം ഉണ്ടാക്കിയിട്ട് അതിലാണ് നെല്ലളന്ന് കൊടുത്തത്. അച്ഛൻ മത്സരിക്കുന്ന സമയത്തൊക്കെ ഞാൻ തീരെ ചെറിയ കുഞ്ഞാണ്, എനിക്കത് അങ്ങനെ ഓർമ്മയില്ല. പക്ഷേ അവിടെയുള്ള ആളുകളൊക്കെ എപ്പോഴും എന്നെ കാണുമ്പോൾ അവർ തോറ്റമ്മേലയുടെ മോളല്ലേ പോകുന്നതെന്ന് അങ്ങനെ പറയും. ഞാനും പോകുന്നുണ്ട് കുഞ്ഞിലെ തൊട്ടേ ഈ കാട്ടുകിഴങ്ങൊക്കെ കുഴിക്കാൻ. അപ്പം ഞങ്ങൾ രാവിലെ കാട്ടിലേക്ക് പോയിട്ട് രാത്രി ഒരു 6 മണിക്കൊക്കെ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ഒരു ആനയോ കടുവയോ പുലിയോ അങ്ങനത്തെ ഒരു സാധനവും കാട്ടിൽ ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ വർഗീസ് ആദ്യമായിട്ട് ഈ സമരത്തിലേക്ക് വരുമ്പോൾ ഈ ആളുകളുടെ കൂടെ കൂടിയപ്പോൾ പറഞ്ഞത് ഈ കുണ്ടൽ നെല്ല് വ്യവസ്ഥ അവസാനിപ്പിക്കണം എന്നാണ്. തരിപ്പ പുല്ല് വെട്ടിയിട്ട് അവർ ചെറിയ കുടില് വെക്കുന്നതിന് മേയാൻ വേണ്ടി അത് കറ്റ കെട്ടി വെക്കുന്ന പണിയാണ് അവിടെ ചെയ്തത്. കാട് വെട്ടിയിട്ടില്ല അവിടെ. ആ പാലത്തിന് ലോറിയിൽ കല്ല് കൊണ്ടിറക്കുമ്പോഴാണ് മെമ്പർ ഇവിടെ എന്തിനാ കല്ലിറക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഇതാണ് ആദിവാസി മെമ്പർമാരും പ്രസിഡന്റുമാരുമായിട്ട് വരുമ്പോഴുള്ള അവസ്ഥ. ഇതിനുള്ള ഒരു സംവിധാനം നിങ്ങൾ ആക്കി കഴിഞ്ഞിട്ട് ബോധവൽക്കരണം കൊടുത്താൽ അത് പ്രയോജനപ്പെടും. അതുകൊണ്ട് ഈ ബോധവൽക്കരണം മാത്രം ചെയ്താൽ ഇത് പരിഹരിക്കില്ല. അതുകൊണ്ട് ഭൂമിയാണ് വേണ്ടത്. നമ്മളിന്ന് സംസാരിക്കുന്നത് ശ്രീമതി CK ജാനുവുമായിട്ടാണ്. കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അയ്യങ്കാളിയിലൂടെയാണെങ്കിൽ കേരളീയ നവോത്ഥാനം ഇന്നെത്തി നിൽക്കുന്നത് CK ജാനുവിലാണ് എന്ന് ഒരാശങ്കയ്ക്കും വകയില്ലാതെ പറയാം. കാരണം ആദിവാസി ജീവിതത്തിൻ്റെ, ആദിവാസികളുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ, ആദിവാസികളുടെ അതിജീവനത്തിൻ്റെ പ്രതീകമായി നമ്മുടെ മുമ്പിൽ ഒരു ശുക്രനക്ഷത്രം പോലെ ഉദിച്ചുയർന്ന് നിൽക്കുന്ന വിപ്ലവ നായിക തന്നെയാണ് CK ജാനു. CK ജാനുവുമായിട്ടുള്ള സംഭാഷണം നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് CKയുടെ കുടുംബത്തെ പറ്റിയാണ്. ശരിക്കും അച്ഛൻ, അമ്മ, അങ്ങനെ അന്നത്തെ ആ ജീവിതത്തെ പറ്റിയുള്ള സ്മരണകളിൽ നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു. തൃശ്ശേരി ഗ്രാമത്തിലെ ചേക്കോട്ട് കോളനി, അവിടെ ഞങ്ങളുടെ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ, അടിയന്മാർ മാത്രം. ആ ഒരു കോളനിയിൽ ചേക്കോട്ട് കോളനി എന്ന് പറയാം, അടിയന്മാരല്ലാത്ത വേറെ ആരും ഉണ്ടായിരുന്നിട്ടില്ല. കുറേ അടിയ കുടുംബങ്ങൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു ചേക്കോട്ട് കോളനി. ആ ചേക്കോട്ട് കോളനിയിലാണ് ശരിക്കും ഞാൻ ജനിച്ച് വളർന്നതൊക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ജന്മിമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ചെറിയ പ്രായമായപ്പോൾ ഒക്കെ ജന്മിയുടെ കീഴിലായിരുന്നു എല്ലാവരും പണിയെടുത്തിരുന്നത്. അപ്പോൾ പണിക്ക് പോകുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ കൂലി എന്ന് പറയുന്നത് പൈസയൊന്നും ആയിരുന്നില്ല, നെല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഭാഷയിൽ അതിനെ വല്ലി എന്നാണ് പറയുക. എൻ്റെ കുടുംബത്തിൽ ശരിക്കും ഞങ്ങൾ 5 മക്കളാണ് ഉള്ളത്. അതിൽ എൻ്റെ മൂത്ത ഒരു ചേച്ചിയുണ്ട്, ഞാൻ 2ാമത്തെ ആളാണ്. എൻ്റെ നേരെ ഇളയത് ഒരു അനിയത്തിയാണ്. അതിൻ്റെ താഴെയുള്ള 2 പേര് 2 ആങ്ങളമാർ. അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബം. അപ്പോൾ ഈ ചെറിയ പ്രായത്തിലെ ഈ ജന്മിയുടെ അടിമപ്പണി ചെയ്യുന്ന അച്ഛനും അമ്മയും ആയതുകൊണ്ട് അന്നൊക്കെ ഈ നേരം വെളുക്കുമ്പോഴേ ആളുകൾ പണിക്ക് പോകും. അപ്പോൾ വൈകുന്നേരം ഇരുട്ടാകുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. ഇപ്പോൾ ഇത്ര സമയത്ത് 8 മണിക്ക് പണിക്ക് പോവുക, വൈകുന്നേരം 4 മണിക്ക് പണി കയറുക, അങ്ങനത്തെ വ്യവസ്ഥയൊന്നും അന്നും ഉണ്ടായിരുന്നിട്ടില്ല. നേരം വെളുക്കുമ്പോൾ തന്നെ പണിക്കിറങ്ങും, എന്നിട്ട് ഇരുട്ടാകുമ്പോഴാണ് തിരിച്ച് പണി സ്ഥലത്ത് നിന്ന് കയറി വരിക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താൽ അമ്മയ്ക്ക്
2 മാനം വല്ലി നെല്ല് കൊടുക്കും. 2 മാനം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ലിറ്റർ, അതായിരുന്നു അന്നത്തെ മാനം. അത് മുളയുടെ വലിയ മുള കൂമ്പ് വെട്ടി മുറിച്ചിട്ട് അതിൻ്റെയാണ് ഈ മാനം ഉണ്ടാക്കിയിട്ട് അതിലാണ് നെല്ലളന്ന് കൊടുത്തത്. അപ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ 3 മാനം നെല്ല് കൊടുക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താൽ 3 മാനം നെല്ല്, സ്ത്രീകൾക്ക് 2 മാനം നെല്ല്, അങ്ങനെയാണ് അന്ന് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ നെല്ല് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് കുത്തി കഞ്ഞി വെക്കുന്ന അങ്ങനെയാണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. വേറെ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. രാവിലത്തേക്ക് അതിൻ്റെ ഞുറുക്കാണ് കഴിക്കുക. ആ നെല്ല് കുത്തിയതിൻ്റെ ഞുറുക്കരി കഞ്ഞി വെച്ചിട്ട് രാവിലെ, പിന്നെ അതിൻ്റെ അരിയാണ് ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഭക്ഷണമായിട്ട് കഴിച്ചിരുന്നത്. ഇത് നെല്ല് കുത്തി അതിൻ്റെ ഉമ്മി ഇതൊക്കെ പോയി പിന്നെ പൊടിഞ്ഞ അരി ഇതൊക്കെ മാറി കഴിയുമ്പോൾ കുറച്ച് അരി കിട്ടുള്ളൂ. അപ്പോൾ അന്നൊന്നും നമ്മൾ ഇങ്ങനെ ഇപ്പോഴത്തെ പോലെ വയറ് നിറച്ചും ചോറൊന്നും അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പോൾ വെള്ളക്കഞ്ഞിയായിട്ടാണ് നമ്മൾ വെക്കുക. നേരത്തെ നെല്ല് കുത്തി അരിയാക്കിയെടുത്ത് വെള്ളക്കഞ്ഞിയായിട്ട് വെക്കും. അപ്പോൾ വെള്ളമായിരിക്കും കൂടുതൽ, വറ്റ് കുറവായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ആങ്ങളയുണ്ട്, ആങ്ങളയുടെ പേര് രാജു എന്നാണ്. ഇവന് ശരിക്കും ഭക്ഷണം വയറ് നിറച്ച് കിട്ടാത്തതിന് എപ്പോഴും ഭയങ്കര പ്രശ്നമാണ്. ഈ വയറ് നിറച്ചും തിന്നാനില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ ഭക്ഷണം വിളമ്പി വെച്ചിട്ട് എടുക്കാൻ വരുമ്പോഴേ ഇവൻ കരഞ്ഞോണ്ടാണ് വരിക. അപ്പോൾ ആരെങ്കിലും വിചാരിക്കും പിന്നെ എന്തെങ്കിലും അടി കൊടുത്തത്. അതല്ല, ഭക്ഷണം എടുക്കാൻ വരാൻ പറഞ്ഞാൽ അവൻ കരയാൻ തുടങ്ങും. അത് കരയാൻ തുടങ്ങുന്നതിൻ്റെ കാരണം പ്ലേറ്റിൽ നിറച്ചും ചോറില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് വറ്റുണ്ടാവും, ബാക്കി വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അവൻ കരയും. അങ്ങനെയുള്ള ഒരു ജീവിത കാലഘട്ടമായിരുന്നു ശരിക്കും എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും സ്കൂളിൽ പോകാനോ പഠിക്കാനോ അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ എനിക്കൊക്കെ ആ സമയത്ത് ഒന്നും അറിയില്ല. ഞങ്ങളെല്ലാം ഇങ്ങനെ കളിച്ച് നടക്കും. ശരിക്കും അടിയരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ പുരുഷന്മാർക്ക് വലിയ ഉത്തരവാദിത്തങ്ങളില്ലാതെ സ്ത്രീകളുടെ ചുമരില്ല. അതിപ്പം അടിയരെന്നുള്ളതല്ല, വയനാട്ടിലുള്ള ആദിവാസി സമൂഹങ്ങളിൽ മൊത്തം നമ്മൾ കാണുന്ന ഒരവസ്ഥയാണത്. അപ്പോൾ ആ രീതിയിലുള്ള അമ്മയുടെ സഹനങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഓർമ്മ എങ്ങനെയാണ് ശ്രീക്ക്? ഇപ്പോൾ പൊതുവെ ആ കാലഘട്ടങ്ങളിൽ മൊത്തത്തിലുള്ള ഒരവസ്ഥ സ്ത്രീയും പുരുഷനും തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. അന്ന് ഇങ്ങനെ വ്യാപകമായ രീതിയിൽ മദ്യപിക്കുക, കള്ളുടിക്കുക അങ്ങനത്തെ സാധനമൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് വൈകുന്നേരം വന്നാൽ ചെമ്പെടുത്തിട്ട് രണ്ടാൾ ഒരുമിച്ച് വെള്ളത്തിന് പോവും, വെള്ളം ഒരുമിച്ച് കോരിക്കൊണ്ട് വരും. വീട്ടിലെ പണി ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ വലിയച്ഛൻ എപ്പോഴും മിറ്റടിക്കും. രാവിലെയും വൈകുന്നേരം മിറ്റടിക്കുന്നത് ഞങ്ങളുടെ വലിയച്ഛനാണ്. ഇപ്പോൾ സാധാരണ സ്ത്രീകളാണല്ലോ അടിക്കുക. ഇത് വലിയച്ഛൻ രാവിലെ എഴുന്നേറ്റ് ചൂലെടുത്തിട്ട് മുറ്റത്തിൻ്റെ ചുറ്റുപാടും മിറ്റടിച്ച് വരും. വൈകുന്നേരം ആകുമ്പോൾ ഇലയൊക്കെ വീണിട്ടുണ്ടാവും. അപ്പോൾ വൈകുന്നേരം മുറ്റടിക്കുന്ന വലിയച്ഛനാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ പണിക്കും അങ്ങനെ ഷെയർ ചെയ്ത് കൂടുമായിരുന്നു അന്നുണ്ടായിരുന്ന നമ്മുടെ പുരുഷന്മാരൊക്കെ. ഇപ്പോൾ സ്ത്രീകളെ തനിയെ അങ്ങനെ വ്യത്യസ്തമായിട്ട് അങ്ങനെയുള്ള ഇപ്പോൾ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. സ്ത്രീകളൊക്കെ ഇങ്ങനെ പ്രസവമൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുമ്പോഴേ ആ വീട്ടിലേക്കുള്ള മുഴുവൻ വെള്ളം കോരി കൊണ്ടുവരുന്നത് പുരുഷന്മാരായിരുന്നു. ദൂരെ നിന്നാണ് വെള്ളം കോരി കൊണ്ടുവരിക. നമ്മുടെ തൊട്ടടുത്ത് പൈപ്പോ കിണറോ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. കിലോമീറ്ററുകളോളം ദൂരത്തു നിന്ന് വെള്ളം കോരി തലയിൽ വെച്ച് ചുമന്നാണ് കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ പല വീട്ടിലും അവർ തന്നെ വെള്ളം കോരി കൊണ്ടുവരുന്നത് ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ ചെറുപ്പ സമയത്ത് എല്ലാവരും ഇങ്ങനെ ഒരു തുല്യ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഒരു കാര്യത്തിൽ. ഈ മദ്യപാനമൊക്കെ വല്ലാതെ ആളുകളുടെ ഇടയിൽ കടന്നു വരാൻ തുടങ്ങിയപ്പോഴാണ് ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും സ്ത്രീകളിലേക്ക് വരുന്നതും. ഇപ്പോൾ ആ സമയത്തും ഈ നമ്മുടെ ആചാരങ്ങൾ, കാര്യങ്ങൾ, ചടങ്ങ് അങ്ങനെയൊക്കെ നടക്കുമ്പോഴേ അപ്പോഴും സ്ത്രീകളുടെ പങ്കാളിത്തം അവിടെ ഉറപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഒരു ആചാരത്തിൽ, ഒരു കർമ്മത്തിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവിടുത്തെ മുതിർന്ന അമ്മമാരെയും കൂടി വിളിച്ച് അവരെയും കൂടി ഇരുത്തിയിട്ട് അവരുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് ഇന്ന ഒരു സമയത്ത് നമുക്ക് ചെയ്യാവോ എന്ന് അവരും കൂടെ സമ്മതിക്കുമ്പോഴാണ് ചെയ്യുന്നത്. പുരുഷന്മാർ മാത്രം ഇന്ന പരിപാടി ഇന്ന ദിവസം അതുകൊണ്ട് ബാക്കി നിങ്ങൾ ചെയ്തോ അങ്ങനെ ഉണ്ടായിരുന്നിട്ടില്ല.
ഇപ്പോൾ ഞങ്ങളുടെ ഒരു ചടങ്ങിനകത്ത് ഒരു കാര്യമൊക്കെ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടുകാർ നടത്തുവാണെങ്കിൽ അവർ മാത്രമല്ല ചെയ്യുന്നത്, എല്ലാ ആളുകളും അതിൻ്റെ വിഹിതം കൊണ്ടുവരും. എല്ലാ ആളുകളും എന്തൊക്കെ വിഹിതമാണ് അവിടത്തേക്ക് വേണ്ടത്. അതിപ്പോൾ അരിയാണ് വേണ്ടതെങ്കിൽ കുറേ ആളുകൾ അരി കൊണ്ടുവരും, കുറേ ആളുകൾ കറി വെക്കുന്ന സാധനങ്ങൾ കൊണ്ടുവരും, കുറേ ആളുകൾ ഇപ്പോൾ വെത്തിലടക്ക പുകലയൊക്കെ ഞങ്ങളുടെ ഇതിന് പുകലയില്ല, വെത്തിലടക്ക മസ്റ്റാണ്. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഓരോ കെട്ട് വെത്തിലെ അതിൻ്റെ അടക്കയും കൊണ്ടുവരും. അങ്ങനെ എല്ലാവരും എല്ലാ സാധനവും കൊണ്ടുവന്നിട്ട് അവിടെ ഒരുമിച്ച് വെച്ചിട്ട് അതാണ് ആ പരിപാടിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. വെല്ലോ അന്നൊന്നും പഞ്ചസാരയില്ല, അപ്പോൾ വെല്ലമൊക്കെയാണ്. അപ്പോൾ വരുന്ന ആളുകൾ 1/2 കിലോ ഓരോ കിലോ വെല്ലമൊക്കെ കൊണ്ടുവരും. അപ്പോൾ അവിടെ ഒരു പരിപാടി പ്ലാൻ ചെയ്താൽ അത് ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെ ഉത്തരവാദിത്തത്തിലാണ് അത് നടന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു കുടുംബം എന്തെങ്കിലും തീരുമാനിച്ചാൽ ആ കുടുംബത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തം, അവർ അതിൻ്റെ എല്ലാ ചിലവും അവർ തന്നെ വഹിക്കണം, ബാക്കിയുള്ളവർ അതിന് പങ്കാളികൾ ഉണ്ടാവില്ല. ആ ഒരു രീതിയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. പക്ഷെ അന്ന് അതായിരുന്നില്ല. കൂട്ടായ്മ എങ്ങനെയാണ് തകർന്നത്? ശരിക്കും ഈ രാഷ്ട്രീയ ഇടപെടലാണ് ശരിക്കും ഈ കൂട്ടായ്മേനെ തകർക്കുന്നത്. അത് ഈ പാർട്ടി എന്നുള്ള നിലയിലേക്ക് ആളുകൾ വന്നപ്പോൾ ഈ ഓരോ ആളുകളെയും പാർട്ടിയുടെ ആളുകളായിട്ടാണ് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത്. ഈ രാഷ്ട്രീയ ഇടപെടൽ നമ്മുടെ ഇടയിൽ വരുന്നത് പ്രധാനമായിട്ടും ഈ മദ്യം കൊണ്ടാണ് ശരിക്കും വരുന്നത്. ഈ രാഷ്ട്രീയക്കാരാണ് ഏറ്റവും കൂടുതൽ മദ്യം ഈ ആളുകൾക്ക് കൊടുത്തത്. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മൂപ്പനുണ്ടെങ്കിൽ ആ മൂപ്പന് കുറച്ച് വെത്തിലടക്ക പുകലയും മദ്യവും കൊടുത്തിട്ട് ചായ കുടിക്കാൻ ചില്ലറ പൈസയും കൊടുത്ത, നമ്മുടെ ആളുകളുടെ കയ്യിൽ ആ സമയത്ത് പൈസയും സംവിധാനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കൊടുത്തിട്ട് ഈ ആളുകളെ മൊത്തം ഇന്ന ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ പറയണം എന്ന് പറഞ്ഞ് അങ്ങനെ വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവത്തിലേക്ക് വന്നു. ആദ്യമൊക്കെ ഇവർ മൂപ്പന്മാരെയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. അത് പിന്നീട് ആളുകൾക്ക് മനസ്സിലായതോടുകൂടി മൂപ്പന്മാർ പറയുന്നത് കേൾക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നു. അത് രാഷ്ട്രീയ ഇടപെടൽ തന്നെയാണ് വന്നു. പിന്നെ ഇൻഡിവിജ്വൽ വ്യക്തികളെ ഇവർ സമീപിക്കാൻ തുടങ്ങി. പിന്നെ അതിനിടയ്ക്ക് അച്ഛൻ PK കരിയൻ, അതെ, അദ്ദേഹം പിന്നെ വടക്കേ വയനാട് മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണ്. അതിൻ്റെ വല്ല ഓർമ്മകളും CK ഉണ്ട്? അച്ഛൻ മത്സരിക്കുന്ന സമയത്തൊക്കെ ഞാൻ തീരെ ചെറിയ കുഞ്ഞാണ്, എനിക്കത് അങ്ങനെ ഓർമ്മയില്ല. പക്ഷേ അവിടെയുള്ള ആളുകളൊക്കെ എപ്പോഴും എന്നെ കാണുമ്പോൾ അവർ തോറ്റ MLA മോളല്ലേ പോകുന്നതെന്ന് അങ്ങനെ പറയും. ഇപ്പോൾ നമ്മൾ പണിക്ക് വരുമ്പോൾ അതാരാ, തോറ്റ MLA മോളല്ലേന്ന്, തോറ്റ MLA മോളാണെന്ന്. അങ്ങനെയാണ് ഞാനും അച്ഛൻ മത്സരിക്കാൻ നിന്നിട്ട് തോറ്റു എന്നുള്ളത് എനിക്കും കൃത്യമായിട്ട് അറിയുന്നത്. അപ്പോൾ ആ അച്ഛൻ മത്സരിക്കുന്ന സമയത്തൊന്നും എനിക്ക് ശരിക്കും ഓർമ്മയില്ല ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നീടായപ്പോൾ ഞങ്ങളൊക്കെ ഒരു ചെറിയ അറിവിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ അച്ഛൻ ശരിക്കും 4 കല്യാണം കഴിച്ച ആളാണ്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ കല്യാണം കഴിക്കുന്നതിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നിട്ടുള്ള സമയമായിരുന്നില്ല. അപ്പോൾ ആ ചെറുപ്പത്തിലെ അങ്ങനെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ടായി. അപ്പോൾ അമ്മ മാത്രം കൂലിപ്പണിക്ക് പോയാൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ നമ്മളൊക്കെ ശരിക്കും എപ്പോഴും പകുതി പട്ടിണിയായിട്ട് ജീവിച്ച് വന്ന ആളുകളാണ്. ഒരു ദിവസം പോലും വയർ നിറച്ചൊക്കെ ഭക്ഷണം കഴിക്കാതെ അങ്ങനെ. പിന്നെ ഞങ്ങളൊക്കെ ചെറിയ പ്രായം തൊട്ടേ ആയപ്പോൾ ചേച്ചി ആയാലും ആങ്ങളമാരായാലും ഞാനായാലും അടുത്തുള്ള ആളുകളുടെ വീട്ടിലൊക്കെ ചെറിയ പണിക്ക് പോയി. അത് കൂലിക്ക് വേണ്ടിയൊന്നും അല്ല പോയത്. അവിടെ പോയാൽ അവർ രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം തരും, രാവിലെ ഭക്ഷണം തരും, ഉച്ചയ്ക്കും ഭക്ഷണം തരും. അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പണിക്ക് പോകും. ഈ കുടിയേറ്റക്കാർ പൊതുവെ പറയുന്നുണ്ടല്ലോ, അന്നത്തെ കാലാവസ്ഥയോടും മണ്ണിനോടും പിന്നെ അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളോടും ഒക്കെ പോരാടി ആണ് ഇവർ കുടിയേറ്റക്കാരുടെ സാമ്രാജ്യം സൃഷ്ടിച്ചതെന്ന്. ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ ഈ കുടിയേറ്റക്കാർ വരുന്നതിന് മുമ്പേ ആദിവാസികൾ ഇവിടെ ജീവിച്ചിരുന്നല്ലോ. ആദിവാസികൾ ഈ കാടിനോടോ കാട്ടുമൃഗങ്ങളോടോ ഒന്നിനോടും മല്ലടിച്ചല്ല. കുടിയേറ്റക്കാർ വന്ന സമയത്തും അവരിപ്പോൾ ഈ കാട് വെട്ടി ഈ കാട്ടുമൃഗങ്ങളോട് മല്ലടിച്ചു എന്നൊക്കെ പറയുന്നത് ആ സമയം അവർ യഥാർത്ഥത്തിൽ അങ്ങനെ മല്ലടിച്ചിട്ടില്ല. അതിന് പകരം ഉപയോഗിച്ചത് നമ്മുടെ ആളുകളെയാണ്. ശരിക്കും നമ്മുടെ ആളുകളാണ് അവർക്ക് കാട് വെട്ടിക്കൊടുത്തതും
ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ പല സ്ഥലത്ത് ഓരോ ജന്മിയുടെ അവിടെയൊക്കെ നമ്മൾ പണിക്ക് പോയപ്പോഴേ നമ്മുടെ ആളുകൾ ഇതാ ഇവിടെയായിരുന്നു നമ്മൾ പണ്ട് ഉണ്ടായിരുന്നത്. അവിടെ അപ്പോൾ ആ പെരത്തറയും അങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ട്. നമ്മൾ ഈ കല്ലും കൊണ്ടൊന്നല്ലല്ലോ തറ കെട്ടുന്നത്. ഈ മണ്ണിനെ വെട്ടി തറ പോലെ ആക്കിയിട്ട് മുളയാണ് അതിൻ്റെ മതിലിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ച് മെടഞ്ഞ് അതിൻ്റെ മേലെ മണ്ണ് കുഴച്ച് പിടിപ്പിച്ച് അങ്ങനെ ഭിത്തിയാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ തറകളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്തും. അപ്പോൾ പല സ്ഥലത്തും ഞാനൊക്കെ പണിക്ക് പോകുമ്പോൾ ആളുകൾ ഇവിടെയായിരുന്നു നമ്മൾ പണ്ട് താമസിച്ചത്, അപ്പോൾ നമ്മൾ താമസിച്ച തറയാണിത്, അതിനുശേഷമാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മാറ്റിയത്, അങ്ങനെയൊക്കെ പറയുന്ന അങ്ങനെ കുറേ തറ ഞാൻ കണ്ടിട്ടുമുണ്ട് അങ്ങനെ മാറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് ആദിവാസികൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിൽ കൃഷിപ്പണി മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ, നെൽകൃഷി. വേറെ കാപ്പി കുരുമുളക് ഇങ്ങനത്തെ കൃഷികളൊന്നും അന്നും ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ പാടങ്ങളാണ്. പാടത്തൊരു 6 മാസം ഞാറ് പറയും, നാട്ടി വെക്കും, കളയെടുക്കൽ, അങ്ങനത്തെ ഒരു 6 മാസത്തെ പണി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വിളവുണ്ടാവുന്നിടം വരെ ആളുകൾക്ക് പണിയില്ല. ഇപ്പോൾ പോയ സമയത്ത് 2 മാന നെല്ല് കൂലിയാണ് കൊടുത്തത്, അത് ആ സമയത്തേ തികയില്ല. അപ്പോൾ പിന്നെ ഈ വിളവ് ആ കൊയ്യുനാടം വരെയുള്ള സമയത്ത് ആളുകൾക്ക് പണിയില്ല. അപ്പോൾ അങ്ങനെ പണിയില്ലാത്ത സമയത്ത് കാട്ടിൽ പോയിട്ട് കാട്ടുകിഴങ്ങാണ് ശരിക്കും കൊണ്ടുവന്നിട്ട് ഈ നെല്ല് വിളയുന്നാടം വരെ ഉള്ള ഭക്ഷണത്തിന് കാട്ടുകിഴങ്ങും ഇലക്കറികളും ഇങ്ങനത്തെ തോട്ടിലുള്ള ഞണ്ട്, മീൻ, ഇങ്ങനത്തെ സാധനമൊക്കെയാണ് ശരിക്കും നമ്മളന്ന് ഉപയോഗിച്ചത്. അപ്പോൾ കാട്ടുകിഴങ്ങ് കുഴിക്കാൻ പോയിട്ട് ഞാനും പോകുന്നുണ്ട് കുഞ്ഞിലെ തൊട്ടേ ഈ കാട്ടുകിഴങ്ങൊക്കെ കുഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ രാവിലെ കാട്ടിലേക്ക് പോയിട്ട് രാത്രി ഒരു 6 മണിക്കൊക്കെ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ഒരു ആനയോ കടുവയോ പുലിയോ അങ്ങനത്തെ ഒരു സാധനവും കാട്ടിൽ ഉണ്ടായിരുന്നിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ കുഞ്ഞാമ്പ് വെറും മക്കൾ മാത്രം ഞങ്ങൾ കാട്ടിലേക്ക് പോകും, വലിയൊരാരും ഇല്ലാതെ. എന്നിട്ട് ഈ മുള കൂമ്പൊക്കെ ആവുന്ന സമയത്ത് കറി വെക്കാൻ വേണ്ടി കൂമ്പൊടിക്കാനൊക്കെ. അപ്പം ഞങ്ങൾ രാവിലെ കാട്ടിൽ പോയിട്ട് കാട് മൊത്തം നടന്ന് ഈ മുളക്കൂമ്പ് കണ്ടെടുത്ത് അത് പൊട്ടിച്ചെടുത്ത് അതിൻ്റെ മേളിലുള്ള ആ കൂമ്പിൻ്റെ മേലെയുള്ള അതിൻ്റെ പോളയെല്ലാം അവിടുന്ന് തന്നെ ഒരു സ്ഥലത്തിരുന്ന് അതൊക്കെ ഞങ്ങൾ വലിച്ച് പൊളിച്ച് കഴിഞ്ഞ് അതിൻ്റെ കൂമ്പ് മാത്രം ഉപയോഗിക്കുന്ന കൂമ്പ് മാത്രമായിട്ടാണ് എടുത്തിട്ട് വരിക. അപ്പോൾ ഞങ്ങൾ കാട്ടിൽ ഇങ്ങനെ വിശാലമായിട്ടിരുന്ന് തമാശയൊക്കെ പറഞ്ഞ് ഇപ്പം നമ്മൾ വീടുകളിലൊക്കെ ഇരിക്കുന്നില്ലേ, അതുപോലെ തന്നെ അവിടെ ഇരുന്ന് അങ്ങനെയൊക്കെ സംസാരിച്ച് സന്ധ്യക്കൊക്കെ ഞങ്ങൾ ഇറങ്ങി വരുന്നത്. ഇരുട്ടാവുന്ന സമയം വരെയൊക്കെ കാട്ടിലുണ്ടായിട്ട് വന്നു. പക്ഷെ അന്ന് ഒരു മൃഗത്തിൻ്റെ ശല്യവും എൻ്റെ അറിവിൽ ഉണ്ടായിരുന്നിട്ടേ ഇല്ല. മൃഗങ്ങളെ കണ്ടിട്ടുണ്ടോ? മൃഗങ്ങളെ ആ സമയത്ത് കണ്ടിട്ട് പന്നീനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ സമയത്ത് ആനേനെയോ കടുവേനെയോ ഇങ്ങനത്തെ ഒരു സാധനത്തിനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഉൾക്കാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ആന നടന്നു പോയ ഈ ആനയുടെ കാൽപ്പാടില്ലേ, അത് ഒത്തിരി ഒന്നുമില്ല, ഒരു ആനയായിട്ടോ പാസ് ചെയ്ത് പോയിട്ടുള്ള ഈ കാൽപ്പാട് മാത്രം കണ്ടിട്ടുണ്ട്. ആനേനെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടേ ഇല്ല. ഇപ്പോഴാണ് റോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല ആനേനെ ഇങ്ങനെ വല്ലാതെ റോഡുകളിലും വഴിയിലൊക്കെ കാണുന്നത് ഇപ്പോഴാണ്. ആ ചെറുപ്പ സമയത്തൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഓർക്കുന്നുണ്ട് 6 മണിക്കൊക്കെ ഞങ്ങൾ കാട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ 6 മണിയാകുമ്പോൾ കാടൊക്കെ നല്ല ഇരുട്ട് വരും. ആ സമയത്ത് ഇറങ്ങി വരുമ്പോഴും മൃഗത്തിൻ്റെ ഒരു പേടിയോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ കുടിയേറ്റക്കാർ അന്ന് വന്ന സമയത്ത് ആന അങ്ങനത്തെ ഒരു സാധനമൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഇപ്പോൾ ആ തൃശ്ശേരി ചേക്കോട്ട് കോളനിയിൽ തൂത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഫോറസ്റ്റിൻ്റെ ഒരു എൻട്രി. അവിടെ അന്ന് ഉണ്ടായിരുന്ന ആ ചേട്ടനെ എല്ലാവരും വിളിക്കുന്നത് വലിയേട്ടൻ എന്നാണ്. ഈ മൊത്തം അവിടെ പണിക്ക് പോകുമ്പോഴേ എവിടെയാണ് പോയത്, വലിയേട്ടൻ്റെ അടുത്താണ് പണിക്ക് പോയത്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അയാളുടെ പറമ്പ് ഈ ഫോറസ്റ്റിനോട് ചേർന്നിട്ട് ഫോറസ്റ്റിൻ്റെ വിഹിതമൊക്കെ തന്നെ വെട്ടിയെടുത്തിട്ടുള്ളതാണ് ശരിക്കും. അപ്പോൾ അവിടെ ആ ഫോറസ്റ്റിനോട് ചേർന്നിട്ട് കപ്പ വെച്ചിട്ടുണ്ട്. ആ കപ്പയൊക്കെ അവിടെ നിന്ന് മൂത്ത് വിളഞ്ഞു പറിക്കുന്നുണ്ട് ശരിക്കും. അന്ന് പന്നിയുടെ ഇടയ്ക്കുള്ള ഒരു ശല്യം മാത്രമേ ഉള്ളൂ. അത് ഇപ്പോഴത്തെ പോലെ വ്യാപകമായിട്ട് പന്നിയൊന്നുമില്ല. അപൂർവം ചില പന്നി 1 or 2 അങ്ങനെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ശരിക്കും. അന്ന് ഈ പന്നി പെരുകാത്തതിൻ്റെ ഒരു പ്രധാന കാരണം കുറുക്കന്മാരിഷ്ടം പോലെ ഉണ്ടായിരുന്നു. രാത്രി ഒരു സ്ഥലത്ത് കുറുക്കൻ ഓരിയിട്ടാൽ വ്യാപകമായ രീതിയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറുക്കൻ ഇങ്ങനെ ഓരിയിടും, കൂക്കും. ഇന്ന് പക്ഷേ ഒറ്റ കുറുക്കനില്ല. ഈ കുറുക്കൻ ഈ കാട്ടിലെ ഈ പന്നിനെ നിയന്ത്രിച്ച് നിർത്തിയത് ശരിക്കും കുറുക്കനായിരുന്നു.
അപ്പോൾ ഈ പന്നി ഒറ്റ പ്രസവത്തിന് 10 കുഞ്ഞുങ്ങളെയൊക്കെയാണ് ഒന്നിച്ച് പ്രസവിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കുറുക്കൻ ഭക്ഷിക്കുമായിരുന്നു. അങ്ങനെ ഈ പന്നിയുടെ എണ്ണം ഗണ്യമായിട്ട് കുറച്ചത് കുറുക്കനായിരുന്നു ശരിക്കും. അപ്പോൾ നമ്മളുടെ ഈ പാടത്തുള്ള കൃഷി രീതി മാറ്റി ഈ വാഴ, ഇഞ്ചി ഇങ്ങനത്തെ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ ഞണ്ടിനെയൊക്കെയാണ് കുറുക്കൻ കൂടുതൽ ഭക്ഷണമായിട്ട് കഴിച്ചിരുന്നത്. അപ്പോൾ ഈ പാടത്ത് ഇഞ്ചി, വാഴ ഇങ്ങനത്തെ കൃഷി ചെയ്തപ്പോൾ ഈ ഞണ്ട് വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഓരോ പ്രദേശത്തൊക്കെ കൊട്ടക്കണക്കിന് ഞണ്ടുണ്ടാവും, അത്രയധികം ഞണ്ടുകളുണ്ട്. അപ്പോൾ ഈ ഞണ്ടിനെ ഈ കുറുക്കൻ തിന്നുകൊണ്ടിരുന്നപ്പോൾ ഈ ഞണ്ട് ഈ ഇഞ്ചിയുടെ മുള ഇറുക്കി കളയുന്നതിന് വേണ്ടി മുറിച്ച് കളയും, മുള വരുന്നതിന്. പിന്നെ ഈ വാഴയുടെ കൂമ്പ് വരുമ്പോൾ അതിനെയും ഞണ്ട് മുറിച്ച് കളയും. അപ്പോൾ അത് ഞണ്ടിനെ നശിപ്പിക്കാൻ വേണ്ടി ഈ തിമിറ്റ്, എക്കാലക്സ് പോലെയുള്ള കീടനാശിനി കൊണ്ടിട്ടിട്ട് അപ്പോൾ ഞണ്ടും ഇത്തരം ഇതിൻ്റെയൊക്കെ ഈ എക്കാലക്സ് പോലെയുള്ള സംഭവത്തിനെ ഈ വെള്ളത്തിലല്ലേ കിടക്കുന്നത്, അപ്പോൾ അതിനോട് കലർന്ന് ഈ വിഷാംശം ഞണ്ടിലേക്ക് വന്നു. അപ്പോൾ ഈ കുറുക്കൻ ഈ ഞണ്ട് തിന്നിട്ട് കുറുക്കൻ അങ്ങനെ ശരിക്കും വംശനാശം വന്നു. അപ്പോൾ കുറുക്കൻ വംശനാശം വന്നപ്പോഴാണ് ഇപ്പോൾ പന്നികൾ പെരുകിപ്പോയത്. ഇപ്പോഴാണ് കർഷകർക്ക് കൂടുതൽ ശല്യമായി തുടങ്ങിയിട്ട്. അന്ന് ആ തൂത്തോട്ട് ഈ ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള സ്ഥലം, അവിടുത്തെ പാടത്ത് നെല്ല് കൊയ്ത് മെതിക്കുന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു. നെല്ല് കൊയ്ത് ഒക്കുന്ന ആ രീതി അന്നുണ്ട്. വ്യാപകമായ രീതിയിൽ നെൽപ്പാടായിരുന്നു. അല്ല, അപ്പോൾ കാടിനെ പറ്റിയും നാടിനെ പറ്റിയൊക്കെ ഉള്ള CKയുടെ ഒരു വീക്ഷണം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നീട് മുത്തങ്ങ സമരകാലത്ത് കാട് കയ്യേറിയവൾ, ആനത്താര കയ്യേറിയവൾ എന്നൊക്കെ കേട്ടപ്പോൾ സത്യത്തിൽ എന്താ തോന്നിയത്? അങ്ങനെ ആദിവാസികൾ കാട് കയ്യേറുവാണെങ്കിൽ ഇവിടെ ഒന്നും ഒരു മലയും കാടുകളും ഫോറസ്റ്റും ഒന്നും അവശേഷിക്കില്ല. ഇപ്പോൾ ഈ മുത്തങ്ങ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് പോയപ്പോൾ അപ്പുറത്ത് അമ്പുകുത്തിയിലും ഞണ്ടിറുക്കി എന്ന് പറയുന്ന സ്ഥലത്തും ഇക്കറുത്ത് തകരപ്പാടി, പൊൻകുഴി, ഇവിടെയൊക്കെ ആദിവാസികൾ പാരമ്പര്യമായിട്ട് താമസിച്ച അവരുടെ വീടിൻ്റെ തറകൾ അടയാളമായിട്ടുണ്ട്. അവിടെ അവർ വെച്ചിരുന്ന ദൈവത്തറകളും അവിടെയുണ്ട്. ഇപ്പോഴും നമ്മളിപ്പോൾ നോക്കുമ്പോൾ പൊൻകുഴി ആയാലും അല്ലെങ്കിൽ ഇപ്പുറത്തോട്ട് വരുമ്പോഴാണെങ്കിൽ ശരിക്കും നിങ്ങളന്ന് സമരം ചെയ്ത ആ സ്ഥലത്തിൻ്റെ ചുറ്റും ആദിവാസികൾ ശരിക്കും തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അതെ. അപ്പം അതായിരുന്നോ നിങ്ങളുടെ ആ സമരത്തിന് അവിടെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? മുത്തങ്ങ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം, മുത്തങ്ങ പാരമ്പര്യമായിട്ട് ആദിവാസികൾ തിങ്ങിപ്പാർത്ത സ്ഥലങ്ങളാണ് ശരിക്കും എല്ലാം. അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ ആ ബത്തേരി പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ ഇത് നമ്മുടെ കുളിയൻ തറയാണ്, ഇത് കുട്ടിച്ചാത്തൻ തറയാണ്, ഇത് ഭഗവതി തറയാണ് എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് ഇങ്ങോട്ട് കാണിച്ചു തന്നു. ഞാനിപ്പോൾ ഈ തിരുനെല്ലി പഞ്ചായത്തുള്ളതുകൊണ്ട് അവിടുത്തെ കാടിനെ കുറിച്ച് എനിക്ക് അങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ തന്നെ ഓരോ മരത്തിൻ്റെ ചോട്ടിൽ ഇത് കുളിയൻ തറയാണ്, ഇവിടെ നമ്മുടെ പൂജ നടത്തണം, ഇത് കുട്ടിച്ചാത്തൻ തറയാണ്, അപ്പുറത്തുള്ളത് ഭഗവതി തറയാണ്. അങ്ങനെ ഓരോ സ്ഥലവും അവർ കാണിച്ച് അവർ പൂജ നടത്തി കർമ്മം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലം. അത് നമ്മൾ അവിടെ പുനരാരംഭിക്കുന്ന പണി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവിടെ അതിൻ്റെ ചുറ്റുമൊന്നും ആ പുല്ല് ചെത്തി കളഞ്ഞിട്ട് അവിടെ നമ്മൾ പ്രാർത്ഥിക്കാനും നമ്മുടെ ആചാര കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു സംഭവം മാത്രമേ നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളൂ. ഈ മുത്തങ്ങ പോലെയുള്ള കാടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അത് വലിയ കാടാന്നാണ്. അതിൻ്റെ ആ മൈസൂർ ഹൈവേ ആ വേലി കെട്ടിയ പോലെ ആ റോഡ് സൈഡിൽ കുറേ ഇല്ലിക്കാട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് മൊത്തം അത് തരിശു ഭൂമിയാണ്. ഇപ്പോൾ നമ്മൾ കയറിയ സ്ഥലങ്ങളിൽ ആളുകൾ അവിടെ കയറിയിട്ട് വെട്ടിയത് തരിപ്പ പുല്ലാണ്. മരങ്ങളും കാടുകളും നല്ല വെട്ടിയത്, തരിപ്പ പുല്ല്. ആ പുല്ല് കൊങ്ങണിക്കാടും ഈ തരിപ്പ പുല്ല് വെട്ടിയിട്ട് അവർ ചെറിയ കുടിൽ വെക്കുന്നതിന് മേയാൻ വേണ്ടി അത് കറ്റ കെട്ടി വെക്കുന്ന പണിയാണ് അവിടെ ചെയ്തത്. കാട് വെട്ടിയിട്ടില്ല അവിടെ. ശരിക്കും ആദിവാസികൾക്ക് അവകാശപ്പെട്ട ഭൂമി തന്നെയാണത് അല്ലേ? അതെ. അതിന്റെ ഒരു ചരിത്രം ശരിക്കും പാരമ്പര്യമായിട്ട് ആ മുത്തങ്ങ പ്രദേശം ആദിവാസികളുടെ പാരമ്പര്യ അവകാശമുള്ള ഭൂമി. അത് 2 വിഭാഗം ആദിവാസികൾക്കാണ് പറയുന്നത്. ഒന്ന് പണിയ സമുദായത്തിലുള്ള ആദിവാസികളും, 2 കാട്ടുനായ്ക്ക സമുദായത്തിലുള്ള ആദിവാസികളും. അടിയ സമുദായത്തിലെ ആളുകൾ അവിടെയൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. അതുകൊണ്ട് ഈ പണിയ സമുദായത്തിനും കാട്ടുനായ്ക്ക സമുദായത്തിനാണ് പാരമ്പര്യ അവകാശം. ബ്രിട്ടീഷുകാരുടെ
1914 ഒരു ജിയോയിൽ പറയുന്നത്. അവിടെ ഇവർക്കാണ് പാരമ്പര്യ അവകാശം എന്നാണ് പറയുന്നത്. അത് ഒന്ന്, അങ്ങനെയുള്ള ഒരു അവകാശം. അതുകൂടാതെ രണ്ടാമത്, ഈ ഭൂപരിഷ്കരണ കാലഘട്ടത്തിൽ ആദിവാസികളെ കുടിയിറക്കി പിടിച്ചെടുത്ത ഭൂമിയാണത്. അപ്പോൾ ഇതിനകത്ത് തമ്പുരാട്ടിക്കാവും ഈ കുട്ടിച്ചാത്തൻ കാവും കുളിയൻ കാവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഭൂപരിഷ്കരണത്തിൻ്റെ കാലഘട്ടങ്ങളിലാണ് ഈ ആളുകളെ അവിടെ നിന്ന് കുടിയിറക്കുന്നത്. അതുവരെ ഈ ആളുകൾ അവിടെ ഉണ്ട്, പാരമ്പര്യമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. ഭൂപരിഷ്കരണ കാലഘട്ടത്തിൽ ഈ രേഖയില്ലാത്ത ഭൂമി പിടിച്ചെടുക്കുന്ന പണിയാണല്ലോ ആ സമയത്ത് ചെയ്തത്. അപ്പോൾ രേഖയില്ലാത്ത ഭൂമി പിടിച്ചെടുക്കുന്ന പണി ചെയ്യുമ്പോൾ ഈ ആദിവാസികൾക്ക് അവർ ശരിക്കും രേഖ കൊടുത്തിട്ടില്ല. ആദിവാസികൾക്ക് രേഖ കൊടുക്കാത്തതിൻ്റെ റീസൺ അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത്, ആദിവാസിക്ക് വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തതുകൊണ്ട് ആദിവാസികൾക്ക് പട്ടയം കൊടുത്താൽ ആദിവാസികൾ മൊത്തം ഭൂമി വിറ്റ് കളയും, അതുകൊണ്ടാണ് ആദിവാസിക്ക് കൊടുക്കാത്തതെന്ന് ആണ് അന്നത്തെ ഗവൺമെൻറ് അവർ റീസൺ പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറഞ്ഞ് ആദിവാസി കൊടുക്കാതിരിക്കുകയും ഈ ഭൂപരിഷ്കരണം കൊണ്ടുവന്നപ്പോൾ നിങ്ങളുടെ ആദിവാസികൾ പറഞ്ഞു ഇതൊക്കെ ഞങ്ങളുടെ ഭൂമിയാണ്, അതുകൊണ്ട് ഇത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങളുടെ ഭൂമിയാണെങ്കിൽ രേഖ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ആളുകളുടെ കയ്യിൽ രേഖയില്ലല്ലോ, ആളുകൾക്ക് രേഖ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ മിച്ച ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് പിടിക്കുന്ന പണിയാണ് ചെയ്തത്. അങ്ങനെയാണ് ഭൂരഹിതരായിട്ടുള്ള ആളുകളെ ഉണ്ടാക്കുന്നത്. അങ്ങനെ മിച്ച ഭൂമിയായിട്ട് പിടിച്ച് 1960 ഈ ഭൂമി ഇങ്ങനെ പിടിച്ചെടുത്ത് 74 വരെയും ഇത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റവന്യൂ കസ്റ്റോഡിയനായിട്ടാണ് ഈ ഭൂമി മൊത്തം അവർ വെക്കുന്നത് ലാൻഡ് ബാങ്കിൽ. എന്നിട്ട് 70 മുത്തങ്ങയിൽ മാത്രം 12,000 ഏക്കർ ഭൂമിയാണ്. മുത്തങ്ങയിൽ മാത്രം ഈ 12,000 ഏക്കർ ഭൂമി മിച്ചഭൂമിയായിട്ട് പിടിച്ചെടുത്തത്. അത് ബെർളയ്ക്ക് യൂക്കാലി പ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഈ ഭൂമി അവർ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. അവിടെ അങ്ങനെയാണ് യൂക്കാലി വരുന്നത് അവിടെ മുത്തങ്ങയിൽ. അത് എല്ലാ സ്ഥലത്തും യൂക്കാലി ഇല്ല, ഇപ്പോഴും ഇല്ല. കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ശരിക്കും യൂക്കാലി വെച്ചിരിക്കുന്നത്. നിങ്ങൾ അവിടെ കയറുന്ന സമയത്ത് ഈ യൂക്കാലിയുടെ വെട്ടി അതിൽ നിന്ന് പൊടിപ്പല്ലേ? അതെ, യൂക്കാലി വെട്ടി അതിൻ്റെ കുറ്റി കിളുത്തു വന്ന തൈകൾ മാത്രമേ ഉണ്ടായിരുന്നത്. യൂക്കാലി വെട്ടി മാറ്റിയിട്ടുണ്ട് അവിടുന്ന് കുറേ സ്ഥലത്തൂടെ, കുറച്ച് സ്ഥലത്ത് മാത്രമേ യൂക്കാലി ഉണ്ട്. ശരിക്കും ആ സ്ഥലം ആനത്താരയാണെന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അത് ആനത്താര എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. കാരണം ഈ കൊങ്ങിണിയുടെ ഇടയ്ക്കൂടെ ആനയ്ക്ക് പോകാൻ പറ്റുമോ? കൊങ്ങിണി കാടാണ്. പിന്നെ അതിലെ ശരിക്കും ആനയുടെ കൃത്യമായിട്ട് നടക്കുന്ന ഒരു നടവഴിയൊന്നും അവിടെ ഉണ്ടായിരുന്നിട്ടില്ല. ഇപ്പോൾ ആന എപ്പോഴും ഇങ്ങനെ നടക്കുന്ന ഒരു നടവഴി ഉണ്ടാവണമല്ലോ, അങ്ങനെയുള്ള ഒരു വഴി അതിനകത്തില്ല ശരിക്കും. ആന ഊടുപാടെ എല്ലാ സ്ഥലത്തൂടെയും അത് വന്നിട്ടുണ്ടെങ്കിലും നടക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഇന്ന വഴിയിലൂടെ മാത്രം അങ്ങനെ ആന പോവില്ല. അത് ആനത്താര എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് ശരിക്കും. എലിഫൻറ്റ് 2000 പ്രോജക്റ്റ് എന്ന് പറഞ്ഞത് 12 കോടിയുടെ ആനയ്ക്ക് റോഡ് വെട്ടുന്ന ഒരു പണിയാണ് ശരിക്കും അവർ അവിടെ ചെയ്തത്. എന്നിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ കുഞ്ഞു കുളം പോലെ ഉണ്ടാക്കി അതിന് കോൺക്രീറ്റ് ഇട്ട് കെട്ടിയിട്ടൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ വട്ടത്തിൽ കുഴിച്ച് കോൺക്രീറ്റ് ഇട്ടിട്ട് അതിൽ വെള്ളം നിർത്തുക എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സംഭവമാണ് അതിനകത്ത് അവർ ചെയ്തിരുന്നത്. വേറെ ഒന്നും സത്യത്തിൽ അവിടെ ചെയ്തിരുന്നില്ല. അപ്പോൾ ഈ 12,000 ഏക്കർ ഭൂമി 74 വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ടിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. മാധവ് മേനോൻ കമ്മീഷൻ്റെ നേതൃത്വത്തിലുള്ള ഈ കമ്മീഷനിൽ ഉൾപ്പെടുത്തി 74 ഭൂമി വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ടിൽ ഫോറസ്റ്റിൻ്റെ കൺട്രോൾ ബെസ്റ്റഡ് ഫോറസ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ബെസ്റ്റഡ് ഫോറസ്റ്റായിട്ട് കൊടുക്കുമ്പോഴും അതിലും ആദിവാസികൾക്ക് 50% കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. 50%-നകത്ത് 5 ഏക്കർ ഒരു കുടുംബത്തിന്, അങ്ങനെ തന്നെയാണ് പറയുന്നത്, 5 ഏക്കർ ഒരു കുടുംബത്തിന്. അപ്പോൾ ആ വ്യവസ്ഥ വെച്ചും 12,000 ഏക്കർ ഭൂമിയിൽ 6,000 ഏക്കർ ഭൂമി ആദിവാസികൾക്ക് നിരുപാധികം കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ കയറി പിടിച്ച മുഴുവൻ സ്ഥലവും അളന്നാലും 6,000 ആവില്ല. അതുമാത്രമല്ല 2006 വനാവകാശ നിയമവും വരുന്നു. 2006 വനാവകാശ നിയമം വരുന്നുണ്ട്. 70-കൾ തൊട്ട് താമസിക്കുന്ന ആളുകൾക്ക് 15 ഏക്കർ ഭൂമി ഈ വനാവകാശ നിയമം അനുസരിച്ച് കൊടുക്കണമെന്ന്. അതിനകത്ത് പറഞ്ഞത് ഇക്കോ പ്രോജലായിട്ടുള്ള ഭൂമിക്കകത്ത്, ആ കാടിൻ്റെ ഉൾക്കാട്ടിൻ്റെ അകത്ത് ആളുകൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 15 ഏക്കർ കൊടുക്കണം എന്നാണ് പറയുന്നത്. അവർ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കൊടുക്കണമെന്നല്ല, ഉൾക്കാട്ടിനകത്താണുള്ളെങ്കിൽ അവിടെ 15 ഏക്കർ വെച്ച് കൊടുത്ത് 100 ഏക്കർ ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ വനവിഭവങ്ങളും ശേഖരിക്കാനുള്ള അവകാശവും
ഈ വനാവകാശത്തിനകത്താണ് പറയുന്നത്. ഇക്കോപ്രാജലായിട്ടുള്ള ഭൂമിൻ്റെ അകത്ത് 15 ഏക്കറും 100 ചതുരശ്ര സ്ക്വയർ ഫീറ്റ് ചുറ്റളവിലുള്ള ഭൂമിയിലുള്ള മുഴുവൻ വനവിഭവങ്ങളും ശേഖരിക്കാനുള്ള അവകാശവും ഈ വനാവകാശത്തിനകത്ത് പറയുന്നത്. ആ വ്യവസ്ഥ വെച്ചാലും ഈ മുത്തങ്ങ ഭൂമി ആദിവാസികൾക്ക് കൊടുക്കാനുള്ളതാണ്. ഈ ബെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ട് വെച്ചാലും 6000 ഏക്കർ മൊത്തമായിട്ട് ആദിവാസികൾക്ക് കൊടുക്കാനുള്ളതാണ്. പിന്നെ അത് വനവും ആയിരുന്നില്ല, ബെർലയ്ക്ക് യൂക്കാലി പ്ലാന്റിന് കൊടുത്ത പാട്ടഭൂമിയായിരുന്നു. അതിൽ 14 വർഷമായിട്ട് പാട്ടം പുതുക്കാതിരുന്ന ഭൂമിയും കൂടിയാണ് ഈ മുത്തങ്ങ പ്രദേശം. അത് ശരിക്കും റിസർവ് ഫോറസ്റ്റോ വന്യമൃഗ സങ്കേതമോ നീലഗിരി ബയോസ്ഫിയറിനകത്ത് ഉൾപ്പെട്ട ഭൂമിയായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ 600ഓളം സ്ത്രീകളും പുരുഷന്മാർക്കും എതിരെ ഈ വനത്തിൻ്റെ വകുപ്പ് വെച്ചിട്ടെടുത്ത കേസ് 14ഓളം കേസ് തള്ളിപ്പോകുന്നത് അങ്ങനെയാണ്. കോടതിയിൽ കേസ് നടത്തിയപ്പോൾ അവസാനം ഗവൺമെന്റിനോട് അതിന്റെ റെക്കോർഡ് കൊണ്ടുവരാൻ നമ്മൾ ആവശ്യപ്പെട്ടു. അതിലൊരു കേസിൽ ഞാനും പ്രതിയായിരുന്നില്ല. അതെ, ആ കേസൊക്കെ വിട്ടുപോയി. അതെ, അതെല്ലാം തള്ളിപ്പോവാണ് ചെയ്തത്. കേസ് തള്ളിപ്പോയി. കാരണം ഈ വനത്തിന്റെ വകുപ്പ് വെച്ചിട്ടുള്ള കേസാണ് നമ്മുടെ പേരിലെടുത്തത്. അപ്പൊ അത് വനമല്ലല്ലോ. വനം അല്ലാതായപ്പോ വനത്തിന്റെ വകുപ്പ് അവിടെ നിൽക്കില്ലല്ലോ. ഈ പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോൾ PK കാളൻ CKയുടെ മാമനാണ്. അതെ, കാളേട്ടൻ പിന്നെ 2 തരത്തിലാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള നിലയിലും അതുപോലെ ഈ ഗദ്ദികയുടെ പുനരവതാരകൻ എന്നുള്ള നിലയിലുമാണ് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ കാളേട്ടൻ്റെ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഓർമ്മ എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചോളം എൻ്റെയൊക്കെ മാമനാണ് ശരിക്കും PK കാളൻ. ഞങ്ങളുടെ കുടുംബപരമായിട്ട് ഞങ്ങൾ ഇല്ലങ്ങൾ 4 ഇല്ലക്കാർ ജോയിൻ്റ് ഇല്ലക്കാരാണ്. അതിലും ഒരു ഇല്ലത്തിലുള്ള ആളാണ് ഈ മാമൻ. അപ്പോൾ ഞങ്ങളുടെ ഇതിൽ മുതിര മോമട്ടെ കല്ലില്ല കാളക്കോട്ട് എന്നാണ് പറയുക. അതിൽ കാളക്കോട്ടുകാരനാണ് ഈ മാമൻ. അപ്പോൾ ഞങ്ങളുടെ ഈ 3 ജോയിൻ്റ് ഇല്ലത്തിൽ, അപ്പോൾ ഈ ജോയിൻ്റ് ഇല്ലത്തിലുള്ള ആളുകൾ മൊത്തം ഞങ്ങളുടെ മൂത്ത ആളുകൾ ഞങ്ങളുടെ മൂത്ത സഹോദരങ്ങളും താഴെയുള്ള ആളുകൾ ഞങ്ങളുടെ ഇളയ സഹോദരന്മാരും അങ്ങനെയായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ അമ്മയ്ക്ക് മൂത്ത ആളുകൾ ഇളയ ആളുകൾ അങ്ങനെ മാമന്മാരും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അതിലുള്ളതാണ് ശരിക്കും ഞങ്ങളുടെ മാമൻ. ഞങ്ങളുടെ മാമൻ ശരിക്കും കാളക്കോട്ടുകാരനാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്കും മുതിരയാണ്. അപ്പോൾ ഈ 4 ഇല്ലക്കാർ ഞങ്ങൾ ഒരുമിച്ചുള്ള ആളുകളാണ്. അതിലുള്ളതാണ് മാമൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അമ്മയുടെയൊക്കെ സഹോദരനാവുന്നത്, ഈ സഹോദരനാവുന്നത്, അമ്മേൻ്റെയൊക്കെ ഇളയ സഹോദരനെ ആയി വരുന്നത്. അപ്പോൾ ഈ മാമൻ ചെറുപ്പത്തിലെ ഞങ്ങളുടെ കാര്യത്തിൽ വളരെ സമർത്ഥനായിരുന്നു. ഞങ്ങളുടെ ആചാരങ്ങൾ, കർമ്മങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ. പിന്നെ എൻ്റെ അച്ഛനെയും ഈ മാമനെയും ഒന്നും വെല്ലാൻ ശരിക്കും ആരും ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ ഈ സമുദായത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഞങ്ങളുടെ മുതിർന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഈ ആളുകളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബഹുമാനവും ആദരവും ഓടെയാണ് ഞങ്ങളൊക്കെ ഇവരെ എപ്പോഴും കാണുന്നതും സംസാരിക്കുന്നതൊക്കെ ആ ഒരു ബഹുമാനത്തോടെ കൂടി ആദരവോടു കൂടി തന്നെയാണ് അവരെയൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് പോലും. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ തന്നെ ഞങ്ങളുടെ ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്ന അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. സമുദായപരമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇവർ പറഞ്ഞാൽ അത് അതേപടി അനുസരിക്കും ഞങ്ങളുടെ ആളുകൾ. അപ്പോൾ ആ ഒരു അധികാരത്തിൻ്റെ അടയാളം എന്നുള്ള നിലയിലാണ് ശരിക്കും ഞങ്ങളുടെ വർഗപരമായിട്ട് ഈ മാമനൊക്കെ ഞങ്ങളുടെ ആളുകൾ ശരിക്കും മൊത്തത്തിൽ എല്ലാവരും തന്നെ അങ്ങനെയാണ് ശരിക്കും കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകളെ പിന്നീടാണ് പിന്നെ ഈ ആളുകളുടെ ഇടയിൽ ഈ വംശപരമായിട്ടുള്ള ഒരു അധികാരം ഉണ്ടല്ലോ ഈ മാമനൊക്കെ വല്ലാതെ. അപ്പോൾ ഈ അധികാരത്തെ ഈ മാമനൊക്കെ പറയുന്നിടത്ത് നിൽക്കുന്നു എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി മാമനൊക്കെ പാർട്ടിയുടെ ആളാക്കി മാറ്റുന്നത്. ഇപ്പോൾ വേറെ എത്രയോ ആളുകളുണ്ടായി, അവരെയൊന്നും എന്തുകൊണ്ടാക്കിയിട്ടില്ല. ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ CKയുടെ അച്ഛനോടാണെങ്കിലും മാമനോടാണെങ്കിലും ഒക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ആ ഒരു കരിഷ്മേനെ ഉപയോഗിച്ചു എന്നല്ലാതെ അവരിൽ ഒരു ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഒരു വികാസം ഉണ്ടാവാൻ, അതുപോലെ ഇപ്പോൾ CK ഒക്കെ പ്രവർത്തിക്കുന്നത് പോലെ ഈ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു വീര്യം അവരിലേക്ക് പകരാൻ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല, കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല
ആ പ്രക്രിയയെ ഇല്ലായ്മ ചെയ്യാനാണ് അവർ പരമാവധി ശ്രമിച്ചത്. അത് ഇവരിലൂടെ ഒരു പരിധിവരെ അവർക്ക് സാധ്യമായിട്ടുണ്ട്. അതായത് ഈ ആളുകളെ പാർട്ടിക്കൊപ്പം ഇപ്പോൾ ഞങ്ങളുടെ ആളുകൾക്ക് ആർക്കും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ മാനിഫെസ്റ്റോയും അതിൻ്റെ പ്രത്യശാസ്ത്രവും ഒന്നും ഒരാൾക്കും അറിയില്ല. ഒരാൾക്ക് എന്തിന് എൻ്റെ മാമന് പോലും അങ്ങനെ അറിഞ്ഞുകൂടാ. മാമൻ അതിൻ്റെ വലിയ ആൾ എന്നുള്ള നിലയിൽ നടക്കുമ്പോഴും യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രത്യശാസ്ത്രവും രാഷ്ട്രീയ വീക്ഷണവും അതിൻ്റെ മാനിഫെസ്റ്റോ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. സത്യത്തിൽ അങ്ങനെ അറിയില്ല. അപ്പോൾ അങ്ങനെ നിന്ന ആളുകളെ ഇതിൻ്റെ ഭാഗമാക്കി ഇത്തരം ആളുകളെയൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന പണി മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു സംഭവം അവർ ചെയ്തില്ല. അപ്പോൾ മാമനൊക്കെ ഒരു സ്ഥലത്തൊരു പ്രഖ്യാപനം, ഇന്ന ചിഹ്നത്തിന് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ കാരണം ഈ വർഗപരമായിട്ട് ഞങ്ങൾ ആരാധിക്കുകയും ഞങ്ങൾ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ അയാളുടെ വാക്കിന് അപ്പുറത്തേക്ക് പോകില്ല എന്ന് അങ്ങനെയുള്ള ഒരു വ്യവസ്ഥിതി തന്നെ ഞങ്ങളുടെ സമുദായത്തിലുണ്ട്. ഈ വർഗപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആളുകൾ പറയുന്നത് അനുസരിക്കുക എന്നുള്ള അങ്ങനെ ഒരു കീഴ്വഴക്കം ആദ്യ തൊട്ടേ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് പൊളിറ്റിക്കലായിട്ട് ഉപയോഗിച്ച് ഇവരുടേതാക്കി മാറ്റാൻ പറ്റുക എന്നുള്ള തന്ത്രമാണ് ശരിക്കും അവിടെ വളരെ ആസൂത്രിതപരമായിട്ട് നടപ്പിലാക്കിയത്. അതിനകത്ത് മാമനൊക്കെ പെട്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാന കാലത്തൊക്കെ പിന്നെ ഈ കാളേട്ടന് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടില്ല. അത് ആദിവാസി സംഭരണ പ്രസിഡന്റ് സീറ്റായതുകൊണ്ട് മാത്രം അന്ന് മാമനെ അവിടെ പരിഗണിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് നിന്നതാ ശരിയാണ്. പക്ഷേ മാമൻ അങ്ങനെ നിന്നാലും മാമൻ്റെ ബ്ലോക്കിൽ എന്ത് വികസനം നടക്കുന്നതെന്നൊക്കെ അതൊക്കെ അവിടെ പ്രാവർത്തികമാകുമ്പോഴാണ് മാമൻ അറിയുന്നത്. ഇപ്പോൾ ഞാനുണ്ടായിരുന്ന പഞ്ചായത്തിൽ ഒരു മെമ്പർ ഉണ്ടായിരുന്നു, പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ മെമ്പറിൻ്റെ അവിടെ ഞങ്ങൾക്ക് സാധാരണ പാസ് ചെയ്ത് കിടക്കുന്ന പുഴയുടെ പാലം, ആ പാലത്തിന് ലോറിയിൽ കല്ല് കൊണ്ടിറക്കുമ്പോഴാണ് മെമ്പർ ഇവിടെ എന്തിനാ കല്ലിറക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഇതാണ് ആദിവാസി മെമ്പർമാരും പ്രസിഡന്റുമാരുമായിട്ട് വരുമ്പോഴുള്ള അവസ്ഥ. വെറുതെ ഡെമ്മിന്ന് ഇവരെ മുമ്പിൽ വെക്കും, ഇവരുടെ പേരിൽ മൊത്തം മറ്റുള്ള ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാലങ്ങൾ 30കളിലെ ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് തന്നെ നമ്മളൊന്ന് പോയാൽ ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളെ, ആദിവാസികളെ, ദളിതരൊക്കെ ശരിക്കും ഈ പാർട്ടിയുടെ ആളുകളെന്നാണല്ലോ അവകാശവാദം ഉന്നയിക്കുന്നത്. അന്ന് ഇവരെ കൂടെ നിർത്തിയത്, ഇവരെ കൂടെ നിർത്താണ്ട് ഇവർക്കൊരു പ്രസ്ഥാനമായിട്ട് വളർന്നു വരാൻ പറ്റില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഈ ആളുകളെ അകറ്റി നിർത്തിയിട്ട് തനിയെ ഇവർക്ക് വരാനൊരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഈ അവരുടെ പരിസരത്ത് പോലും ഇവർ അടുപ്പിക്കില്ലായിരുന്നു. അവരുടെ അന്നത്തെ ആ പ്രവർത്തന ശൈലിയെ തന്നെ നമ്മളൊന്ന് വിലയിരുത്തി വന്നാൽ നമുക്കത് വളരെ ക്ലിയറാണത്. കാരണം ഈ തൊഴിലാളി വർഗത്തിൻ്റെ പ്രസ്ഥാനമെന്ന് പറയുകയും മുതലാളി വർഗത്തിൻ്റെ ഏകാധിപത്യം നടപ്പിലാക്കുകയും ചെയ്ത ഏക പ്രസ്ഥാനം ഈ പ്രസ്ഥാനം തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ കോൺഗ്രസ് ഒക്കെ പിന്നെ മുതലാളികളുടെ പ്രസ്ഥാനം, അപ്പോൾ മുതലാളി വർഗത്തിൻ്റെ നടപ്പിൽ അത് അവരുടെ ഒരു ലോജിക്കാണ്. അവർ അതിൻ്റെ പ്രസ്ഥാനം, അപ്പോൾ അതല്ലേ അവർ നടപ്പിലാക്കൂ. ഇത് തൊഴിലാളി വർഗം എന്ന് പറയുകയും മുതലാളി വർഗ ഫാസിസം നടപ്പിലാക്കുകയും ചെയ്ത ഏക പ്രസ്ഥാനം ഈ പ്രസ്ഥാനം തന്നെയാണ്, വേറെ പ്രസ്ഥാനമല്ല. അത് നമുക്ക് ആദ്യം തൊട്ടേ പരിശോധിച്ചു. ഈ ആളുകളെയൊക്കെ കൂടെ നിർത്തിയാൽ മാത്രമേ ഇവർ അധികാരത്തിൽ വരുള്ളൂ എന്നുള്ള അവരുടെ ആ തിരിച്ചറിവാണ് ഈ ആളുകളെ കൂടെ നിർത്തിയത്. അല്ലാതെ ഈ ആളുകളുടെ ഉന്നമനത്തിനോ ഇവർ മനുഷ്യരായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടോ ഈ പ്രസ്ഥാനത്തിനോടൊപ്പം ഇവരെയും കൂടെ പരിഗണിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടല്ലേ അല്ല. അത് നമ്മൾ അങ്ങോട്ടേക്ക് ഒന്ന് ചെറുതായിട്ട് പോയാൽ നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ സഖാവ് വർഗീസിൻ്റെ കാര്യമൊക്കെ, ഇപ്പോൾ വർഗീസിന് ഇവിടെ വന്നതോടുകൂടി ഈ അതുവരെയുള്ള തൻ്റെ പാർട്ടിയിൽ നിന്ന് വിട്ട് വേറെ പ്രസ്ഥാനത്തിൽ പോകേണ്ടി വന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം എന്തായിരുന്നു ഇവിടെ? ഇല്ല, അത് തന്നെ നമുക്ക് ഇത് മുതലാളി ഫാസിസം എന്നുള്ളതിൻ്റെ ഉദാഹരണം അവിടെ തന്നെ വളരെ വ്യക്തമാണ്. വർഗീസ് കണ്ണൂർ ജില്ലയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾ, വയനാട് ജില്ലയുടെ ചുമതലയും കൂടി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ വർഗീസിന്. അപ്പോൾ വർഗീസ് അന്ന് എന്താ ചെയ്തത്? വർഗീസ് അന്ന് അടിമപ്പണി ചെയ്ത ആളുകളുടെ അടിമവേല അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആളുകളെ കൂടെ നിന്നതാണ്. അടിമവേല അന്ന് ശരിക്കും വർഷത്തിലൊരിക്കലാണ് കണക്ക് കൂട്ടിയിരുന്നത്.
അത് കണക്ക് കൂട്ടുന്നത് വെള്ളിർക്കാവ് ഉത്സവമാണ് അതിൻ്റെ കണക്ക്. ഈ പ്രാവശ്യം വെള്ളിർക്കാവ് ഉത്സവത്തിന് കണക്ക് കൂട്ടിയാൽ അടുത്ത പ്രാവശ്യത്തെ വെള്ളിർക്കാവ് ഉത്സവത്തിനാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ അത് അവർ എത്ര 1000 പണിയെടുത്താൽ 200 പണിയുടെ കണക്കൊക്കെ അവർ വെക്കുന്നുള്ളൂ. ഈ ആളുകൾക്കാർക്കും കൃത്യമായിട്ടുള്ള കണക്ക് വെക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ 200 പണീൻ്റെ കണക്കൊക്കെയാണ് പറഞ്ഞിരുന്നത്. 1000 പണിയെടുത്താൽ 800 പണിയും വെറുതെ 200 പണീൻ്റെ ഒക്കെയാണ്. അപ്പോൾ 200 പണിയുടെ അത് നെല്ലായിട്ടാണ് കൊടുത്തത്, പൈസയല്ല, നെല്ല്. അപ്പോൾ നെല്ല് കൊടുത്തപ്പോൾ അവർ ജന്മികൾ അന്ന് ചെയ്ത പണി ഇപ്പോൾ ഇങ്ങനെ വർഷാവസാനം കണക്ക് കൂട്ടുമ്പോൾ ഒരു 2 ചാക്ക് നെല്ലൊക്കെ ഒരു പണിക്കാരന് വരും. നെല്ല് പാറ്റിയ പതിര് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ പതിര് ഒരു ചാക്ക് വാരിയെടുക്കും, എന്നിട്ട് ഒരു ചാക്ക് നെല്ലും ഇത് രണ്ടും കൂടെ മിക്സാക്കിയിട്ടാണ് 2 ചാക്കായിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പേരന്ന് കുണ്ടൽ നെല്ല് എന്നാണ് പറഞ്ഞത്, കുണ്ടൽ നെല്ല്. അപ്പോൾ വർഗീസ് ആദ്യമായിട്ട് ഈ സമരത്തിലേക്ക് വരുമ്പോൾ ഈ ആളുകളുടെ കൂടെ കൂടിയപ്പോൾ പറഞ്ഞത് ഈ കുണ്ടൽ നെല്ല് വ്യവസ്ഥ അവസാനിപ്പിക്കണം എന്നാണ്. കുണ്ടൽ നെല്ല് വ്യവസ്ഥ അവസാനിപ്പിക്കണം. അതാരെയാ? ഈ തൊഴിലാളി വർഗം എന്ന് പറയുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള ഈ ആളുകളുടെ കൂടെ നിന്നിട്ട് അതിനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തിനാ ഈ പാർട്ടിയിൽ നിന്ന് വർഗീസിനെ മാറ്റി നിർത്തിയത്? ഈ തൊഴിലാളി വർഗത്തിൻ്റെ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ തൊഴിലാളി വർഗത്തിൻ്റെ ഈ കുണ്ടൽ വ്യവസ്ഥ, ഈ തട്ടിപ്പ് വ്യവസ്ഥ അവസാനിപ്പിക്കണം എന്നാണല്ലോ വർഗീസ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പാർട്ടി ഇയാളെ ഉയർന്ന പോസ്റ്റിലേക്ക് കൊണ്ടുവരുമല്ലേ വേണ്ടത്. അതിന് പകരം എന്താ ചെയ്തത്? പാർട്ടിയിൽ നിന്ന് അയാളെ പുറത്താക്കുന്ന പണിയല്ലേ ചെയ്തത്. അപ്പോൾ അവിടെ തന്നെ ഇത് മുതലാളി ഫാസിസ്റ്റ് വർഗീയ പാർട്ടി എന്ന് അവർ തന്നെ അവിടെ ഉദാഹരണ സഹിതം തെളിയിച്ചില്ലേ? അല്ല, വർഗീസിന്റെ നേതാക്കന്മാര് വന്നിട്ട് താമസിക്കുന്നത് ഈ ജന്മിമാരുടെ വീടുകളിലല്ലേ? ഇവർക്ക് വേണ്ട സാധനം മൊത്തം ജന്മിമാര് ചാക്ക് കണക്കിന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. നെല്ലായാലും പൈസയായാലും മറ്റു കാര്യങ്ങളൊക്കെ ആയാലും ഈ ജന്മികളാ കൊടുത്തിരുന്നത്. അപ്പോൾ തന്നെ ഇത് തൊഴിലാളി പ്രസ്ഥാനമല്ല മുതലാളി പ്രസ്ഥാനമാണെന്ന് അവിടെ നിന്ന് തെളിയിക്കുകയാണല്ലോ ചെയ്യുന്നത് അവർ ഈ വർഗീസിനെ മാറ്റുന്നതോടുകൂടി. അല്ലെങ്കിൽ വർഗീസിന് ശരിക്കും ഈ പ്രസ്ഥാനത്തിലെ ഇതിൻ്റെ ഈ കാര്യത്തിൽ ഇടപെട്ട എന്നുള്ള നിലയിൽ പോളിറ്റ് ബ്യൂറോയിൽ അംഗത്വം കൊടുക്കേണ്ട ആളല്ലേ വർഗീസ്. ആ പണിയല്ലേ അപ്പോൾ വർഗീസ് ചെയ്തത്. അങ്ങനെ വന്ന വർഗീസിനെ അവസാനം കൊല്ലാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒറ്റിക്കൊടുത്തതും കൂടെ നടന്ന് പീഡിപ്പിച്ചതും ഈ പ്രസ്ഥാനം തന്നെയല്ലേ, വേറെ ആരുമല്ലല്ലോ. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ സി.കെ, ഈ ഭൂസമരങ്ങളിലേക്ക് വരണം എന്ന് സി.കെ തീരുമാനിക്കാൻ കാരണം എന്താ? ഭൂസമരങ്ങളിലേക്ക് വരണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്, ഞാൻ ഈ ചെറിയ പ്രായത്തിലെ എവിടെ ചൂഷണം കണ്ടാലും അതിനെ എതിർക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അത് ജന്മി ആയാലും മുതലാളി ആയാലും ഞാനത് ആ സ്പോട്ടിലെ പറയാറുണ്ട്. ദോശയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. രണ്ടാമതൊന്നും ഞാൻ ആലോചിക്കില്ല, അത് പറയും. അതിൻ്റെ പേരിൽ ഇനി നാളെ പണിക്ക് കൂട്ടുവോ ഒഴിവാക്കി വിടുവോ അതൊന്നും നോക്കാറില്ല. പക്ഷേ കാണുമ്പോൾ അന്നേരം അങ്ങ് പറയും. അങ്ങനെ പറഞ്ഞ് എതിർക്കുന്ന ഒരു വല്ലാത്ത സ്വഭാവം എനിക്ക് ആദ്യമേ ഉണ്ട്. അങ്ങനെ അവസാനം പിന്നെ പാർട്ടിയിൽ എന്നെയൊക്കെ പേരൊന്നും വിളിക്കാതെ വിമർശനമായി. ഈ ആളുകൾക്കെതിരായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്നെ വിമർശനം എന്നാണ് വിളിക്കുക പാർട്ടിയിൽ തന്നെ. അപ്പോൾ ബ്രാഞ്ചിലേക്കൊക്കെ പോകുമ്പോൾ ഞാനൊന്നും കാണാതിരുന്ന ഇന്നെന്താ വിമർശനം എത്തിയില്ലേ അങ്ങനെ ചോദിക്കും. ഞാൻ പല മീറ്റിങ്ങുകളിലും ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സജീവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേൽ കമ്മിറ്റി തീരുമാനം മാത്രമേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ, നമ്മൾ താഴേന്ന് പറയുന്നതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനങ്ങനെ ഈ ആളുകളെ ചൂഷണം ചെയ്യുന്ന മേൽ കമ്മിറ്റി തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ രാജിയൊക്കെ വെക്കുന്നത്, അതിൽ നിന്ന് ഒഴിഞ്ഞു വരുന്നതൊക്കെ. അങ്ങനെ കുറേ ഇടപെടലിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വയനാട്ടിലുള്ള മിക്കവാറും ആദിവാസി കോളനികളിൽ പോയിട്ടുണ്ട്. അങ്ങ് ലാസ്റ്റ് ലക്കിടി വരെയുള്ള കോളനി വരെ ഞാൻ പോയിട്ടുണ്ട്. മിക്കവാറും കോളനികളിലൊക്കെ അതെല്ലാ ദിവസവും രാത്രിയാണ് പോവും. പകലൊക്കെ ഇവർ പണിക്ക് പോവും. അപ്പോൾ രാത്രി ആണ് അവരെ കിട്ടുക. രാത്രി അവർ വന്നു ദൂരേന്ന് വെള്ളമൊക്കെ കോരി കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കുമ്പോൾ ഏകദേശം 12-1 മണിയാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ കൂടിയിരിക്കുന്നത്. അപ്പോൾ 2-2:30 വരെയൊക്കെ ഞങ്ങൾ മീറ്റിംഗ് കൂടും രാത്രി. അപ്പോൾ ഇങ്ങനെ മീറ്റിംഗ് കൂടുമ്പോൾ ഞാൻ ഈ അമേരിക്കയിലെയും ലണ്ടനിലെയും ഒറീസയിലെയും മഹാരാഷ്ട്രയിലെയും പ്രശ്നമൊന്നും ചർച്ച ചെയ്യാറില്ല. ആ കോളനിയിലെ പ്രശ്നം മാത്രം, ആ തൊട്ടടുത്തുള്ള കോളനീനെ പോലും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല.
ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് ഈ കോളനികളിലേക്ക് പോകുന്നത് വഴക്ക് തീർക്കാനാണ്. ഈ പരസ്പരം വഴക്ക് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനാണ് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ആദ്യം അന്വേഷിക്കാൻ തുടങ്ങി. എന്തിനാണ് ഇവരിങ്ങനെ വഴക്ക് കൂടുന്നതെന്ന്. അപ്പോൾ വഴക്ക് കൂടുന്ന കാരണം അന്വേഷിച്ചാണ് ഈ ഭൂരാഹിത്യമാണ് ഈ വഴക്കിൻ്റെ കാരണം എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇപ്പോൾ പരസ്പരം അപ്പുറത്തെ വീട്ടുകാർ ഇപ്പുറത്തെ വീട്ടുകാരോട് മിണ്ടില്ല. ഇപ്പോൾ ഈ മുട്ടിയാണല്ലോ വീട് നിൽക്കുന്നത്. അവിടെയുള്ളത് ഇവരോട് മിണ്ടില്ല, ഇവിടെയുള്ളവരുടെ അവരോട് മിണ്ടില്ല. അതുകൊണ്ട് അവിടെ എല്ലാവരുടെ വീടിൻ്റെ ഒരു മിറ്റം സൗകര്യമൊന്നും എല്ലാവർക്കും കൂടിയിരിക്കാൻ പറ്റുന്നതില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഞങ്ങൾ ഇരിക്കുക. ആ മരത്തിൻ്റെ ചോട്ടിലിരുന്നാൽ എല്ലാവർക്കും വരാനും പറ്റും. ആ വീട്ടിലാകുമ്പോൾ ഇവർ വരില്ല, ഈ വീട്ടിലാകുമ്പോൾ ഇവർ വരില്ല. അപ്പോൾ മരത്തിൻ്റെ ചോട്ടിലാണ് എപ്പോഴും മീറ്റിംഗ് കൂടാൻ സ്ഥലം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ വഴക്കിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാനിങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ ഭൂരാഹിത്യമാണ് ഇവരുടെ വഴക്കിൻ്റെ മുഴുവൻ കാരണം ഉണ്ടാകുന്നത്. മുറുക്കി തുപ്പിയതിൻ്റെ പേരിൽ, പിന്നെ കൊച്ചുങ്ങൾ ഓടി അവിടെ കയറിയതിൻ്റെ പേരിൽ, പാത്രം കഴുകി വെള്ളം മറിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ ഇതൊന്നും വിശാലമായിട്ട് ചെയ്യാൻ ഇവർക്ക് സൗകര്യമില്ല. അപ്പോൾ മറിക്കുമ്പോൾ അടുത്ത ആളുടെ ഭിത്തിക്ക് കൊള്ളും, മുറുക്കി തുപ്പുമ്പോൾ അപ്പുറത്തുള്ളവരുടെ ഇളന്തിണ്ണയിലേക്ക് തെറിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വഴക്കിൻ്റെ കാരണം. പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുറേ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വഴക്ക് തീർക്കാനും കൂടുതൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ തീർക്കാൻ പോകുമ്പോൾ എന്താണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കിൻ്റെ കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ ഇവർക്ക് സ്വകാര്യമായിട്ടൊന്ന് ഇരുന്ന് വർത്താനം പറഞ്ഞാൽ അവരുടെ വഴക്ക് തീർന്നു. അതിനുള്ളൊരു പേസ് അവർക്കില്ല. അതുകൊണ്ട് ഇവരുടെ വഴക്ക് അവസാനം വേർപിരിയലിലേക്കൊക്കെ എത്തുകയാണ്. പിന്നെ കുറേ ആത്മഹത്യയുടെ കാരണം അന്വേഷിച്ചപ്പോഴും ഇത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഈ വഴക്ക് കൂടുന്നതിൻ്റെ, ആത്മഹത്യയുടെ, വേർപിരിയലിൻ്റെ ഒക്കെ കാരണം ഈ ഭൂരാഹിത്യമാണ്. ഭൂമി ഇല്ലാത്തതാണ് പ്രശ്നം. ഒരു വീട്ടിൽ 4-5 മക്കൾ. ഈ 5 മക്കളും കല്യാണം കഴിച്ച് വരുമ്പോൾ ഭാര്യയും ഭർത്താവിനും ഒരുമിച്ച് താമസിക്കാനുള്ള സൗകര്യം അവിടെ ഇല്ല. അതിൻ്റെ പേരിലൊക്കെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചെറിയ പിണക്കങ്ങളായിട്ട് വന്ന് അത് വലിയ പിണക്കത്തിലേക്ക് മാറുക. എന്നിട്ട് അവർ മാറിപ്പോയി, അവരെ ഉപേക്ഷിച്ചു വേറെ കല്യാണം കഴിച്ചു, ഇങ്ങനെയുള്ള സംഭവത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചത് ഈ കാര്യങ്ങളായിരുന്നു. അത് അന്വേഷിച്ചപ്പോൾ ഭൂമിയാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്നാണ് ഞാൻ കണ്ടെത്തുന്നത്. അങ്ങനെയാണ് ഈ ഭൂമി പ്രശ്നത്തിലൂടെ ഇത് പരിഹരിക്കാൻ പറ്റൂ എന്നുള്ളതിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ശരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ബോധവൽക്കരണ ക്ലാസ്, അപ്പോൾ ഞാൻ അപ്പോഴും പറയാറുണ്ട്, ബോധവൽക്കരണ ക്ലാസ് നിങ്ങൾ എത്ര മാസങ്ങളോളം കൊടുത്തിട്ടും തിരിച്ച് ഇവിടത്തേക്കാണ് വരുന്നത്. അപ്പോൾ തിരിച്ച് ഇത് വീണ്ടും പുനരാരംഭിക്കുക ചെയ്യുന്നത്. ഇതിനുള്ള ഒരു സംവിധാനം നിങ്ങൾ ആക്കി കഴിഞ്ഞിട്ട് ബോധവൽക്കരണം കൊടുത്താൽ അത് പ്രയോജനപ്പെടും. അതുകൊണ്ട് ഈ ബോധവൽക്കരണം മാത്രം ചെയ്താൽ ഇത് പരിഹരിക്കില്ല. അതുകൊണ്ട് ഭൂമിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഭൂമിക്ക് വേണ്ടിയുള്ള ചെറിയ ധാരണ, അപേക്ഷ വെക്കൽ, ഇതൊക്കെയാണ് കൂടുതൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ പടിഞ്ഞാറത്തറ, അന്ന് കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. അയാൾ അവിടെ വന്ന സമയത്ത് ഞങ്ങൾ ആ പ്രദേശത്തുള്ള ഒരു 2000 ആളുകളുടെ ഭൂമിക്ക് വേണ്ടിയുള്ള അപേക്ഷ ഇത്ര വലുപ്പത്തിൽ കെട്ടിയിട്ട് അവിടെ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് പടിഞ്ഞാറത്തറയിൽ. അത് മൊത്തം പണിയ സമുദായത്തിലെ ആളുകളാണ്. അപ്പോൾ അന്ന് ആ സ്റ്റെപ്പൊക്കെ മുഖ്യമന്ത്രി ഇങ്ങനെ ഓടി കയറി വരുന്നത് ഞാൻ ഇപ്പോഴും മനസ്സിലിങ്ങനെ ഓർമ്മ വരിക. അയാൾ നടന്നിട്ടൊന്നല്ല വരുന്നത്, കുട്ടികൾ ഓടിക്കയറുന്ന പോലെ ഓടിയിട്ടാണ് അയാൾ സ്റ്റേജിലേക്കൊക്കെ കയറിയത് അന്ന് അവിടെ. അപ്പോൾ ഞങ്ങൾ അന്ന് മാത്രം ഒരു 2000-ഓളം അപേക്ഷ അവിടുന്ന് മാത്രം ആളുകളുടെ പരാതിയായിട്ട് അവിടെ അവർക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ സമയത്തും നമ്മൾ ഈ അപേക്ഷകൾ വല്ലാതെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കളക്ട്രേറ്റ് ധർണ, വില്ലേജ് ഓഫീസ് ധർണ, RD ഓഫീസ് ധർണ, ഇങ്ങനെയുള്ള കുറേ ധർണയും നമ്മൾ നടത്തി. പക്ഷെ അതിലൊന്നും ഒരു ഗുണം ഉണ്ടാവുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇനി ഇതിങ്ങനെ പോയ ഈ ആളുകൾ മൊത്തം മരിച്ചു തീർന്നു പോകും. ഓരോ കോളനിയിലും പരസ്പരം മിണ്ടാതെയും വല്ലാത്തൊരവസ്ഥയിലേക്ക്, ഈ മിണ്ടാതെയുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അതിന് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചത് രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കുക. അപ്പോൾ ഈ ഒരു കുടുംബത്തിൽ 5 പേര് മക്കളുണ്ടെങ്കിൽ 5 പേര് 5 രാഷ്ട്രീയത്തിലായാൽ അവിടെ കുടുംബത്തിലൊരു പ്രശ്നം നടക്കുമ്പോൾ
അതാ മറ്റേ പാർട്ടിക്കാരനല്ലേ, നീ അതിനകത്ത് ഇടപെടുന്നേ? അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് സ്വന്തം സഹോദരനെ പോലും അതിനകത്ത് ഇടപെടുത്താൻ സമ്മതിക്കില്ല. ഈ പാർട്ടിയുടെ പേരിൽ ഈ കുടുംബവും ബന്ധവും രക്തബന്ധവും ഒക്കെ വിഭജിച്ച് ഇങ്ങനെ മാറ്റി നിർത്തി. സ്വന്തം ചേട്ടൻ്റെ കുട്ടിക്കൊരു പ്രശ്നം വന്നപ്പോൾ, ചേട്ടൻ്റെ കുട്ടിക്കൊരു പ്രശ്നം നമ്മളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ കോൺഗ്രസ് പാർട്ടിക്കാരനല്ലേ, ആ പാർട്ടിക്കാരനോട് പോയി പറയട്ടെ. സ്വന്തം അനിയൻ പറഞ്ഞത് ആ കോൺഗ്രസ് പാർട്ടിക്കാരനെ കോൺഗ്രസ് പാർട്ടിയിൽ പറയട്ടെ. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടി, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അങ്ങനെ ഇതിൻ്റെ പേരിൽ രക്തബന്ധത്തിനെ പോലും വിഘടിച്ച് മാറ്റി നിർത്തി അങ്ങനെയാണ് ഇവർ നിരന്തരമായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത്.